ഈ സ്റ്റാൻഡിനുള്ള ഒരു 10-17 കടകളുണ്ട്. അതിൽ അനേകം സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരുമുണ്ട്. അവർക്കൊന്ന് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള സൗകര്യങ്ങളോ ഇവിടെ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കേസല്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരുപാട് കടകളിൽ സ്ത്രീകളുണ്ട്. ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള ബങ്കുകളാണ് കൂടുതൽ. അവർക്ക് യൂറിനിന് അനുവദിച്ചിട്ടില്ല. ചേർത്തല മുനിസിപ്പാലിറ്റി ഒരു ബസ്സിൽ നിന്നും 42 രൂപ ഈടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാത്റൂം ഒന്ന് വൃത്തിയാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ല. ആയിരക്കണക്കിന് സ്ത്രീകളും മറ്റ് യാത്രക്കാരും പിന്നെ ഇവിടെയുള്ള ഒരു 50ഓളം കടകളിലുള്ള ജീവനക്കാരുടെയും ഏക ആശ്രയമായിരുന്നു ഈ കംഫർട്ട് സ്റ്റേഷൻ. ചേർത്തല പ്രൈവറ്റ് സ്റ്റാൻഡിലെ ബാത്റൂം അടച്ചിട്ടിട്ട് കുറേ ദിവസങ്ങളായി. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്ത്രീകൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരുപാട് കടകളിൽ സ്ത്രീകളുണ്ട്. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേനൽക്കാലം ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരം വരെ നിൽക്കുന്നതല്ലേ, 9:30 തൊട്ട് 6:30 വരെ നിൽക്കുന്നതാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ആകാത്ത കാരണം കൊണ്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന്. ഇവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള ബങ്കുകളാണ് കൂടുതൽ. അവർക്ക് യൂറിനിന് അനുവദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള യൂറിനിലാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമുക്ക് പോകാനും അവിടെ എന്തോ ബ്ലോക്കാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള കടമുറികളിൽ സ്ത്രീകൾ ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ജോലിക്കാരുണ്ട്, സ്റ്റാഫുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവർക്കൊന്നും പോകാനുള്ളൊരു സൗകര്യം വേറെ, അടിസ്ഥാന സൗകര്യം വേറെ എങ്ങുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5:30-6 മണി വരെ നിൽക്കുന്നവരാണ്. ഇതിനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മറ്റുള്ള എല്ലാ സ്റ്റാഫിനും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്. ഈ സ്റ്റാൻഡിനുള്ള ഒരു 10-17 കടകളുണ്ട്. അതിൽ അനേകം സ്ത്രീകളായിട്ടുള്ള ജോലിക്കാരുമുണ്ട്. അവർക്കൊന്ന് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള സൗകര്യങ്ങളോ ഇവിടെ ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു കേസല്ലത്. അതുവേണ്ടി മുനിസിപ്പാലിറ്റി ഇതിന് മുൻകൈ എടുത്ത് ഇതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇവിടെ വരുന്ന യാത്രക്കാർക്കും ഇവിടുത്തെ സ്റ്റാഫിനും ഒന്നും ടോയ്ലറ്റിൽ പോകാൻ യാതൊരു മാർഗവുമില്ല. ഇതിന് എത്രയും വേഗം ഒരു നടപടി സ്വീകരിക്കണം. ഞങ്ങൾ എടുക്കുന്ന 5 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. 2-3 പ്രാവശ്യം പോയാലും 5 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. ദിവസവും 150ഓളം ബസ്സും അതിലെ യാത്രക്കാരും ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ചേർത്തല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതിൽ ആയിരക്കണക്കിന് സ്ത്രീകളും മറ്റ് യാത്രക്കാരും പിന്നെ ഇവിടെയുള്ള ഒരു 50ഓളം കടകളിലുള്ള ജീവനക്കാരുടെയും ഏക ആശ്രയമായിരുന്നു ഈ കംഫർട്ട് സ്റ്റേഷൻ. ഇതിപ്പം പ്രവർത്തനരഹിതമായിട്ട് ഏകദേശം 10 ദിവസങ്ങളോളമായി. പക്ഷേ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അത് അടച്ചിട്ടിട്ട് ഇവിടെ ഇതുവഴി വരുന്ന യാത്രക്കാരും ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതം വളരെ വലുതാണ്. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നഗരസഭ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ബാത്റൂം കുറേ ദിവസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ദിവസം ചേർത്തല മുനിസിപ്പാലിറ്റി ഒരു ബസ്സിൽ നിന്നും 42 രൂപ ഈടാക്കുന്നുണ്ട്. എന്നിട്ടും ഈ ബാത്റൂം ഒന്ന് വൃത്തിയാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് കഴിയുന്നില്ല. ഈ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ പുറത്തൊരു ബോർഡ് ഇരിപ്പുണ്ട്, ചേർത്തല നഗരസഭയെന്ന്. ഈ ബോർഡിൽ വെച്ചിട്ട് 24 വർഷം കഴിഞ്ഞ് കടമുറികൾ 17 കടമുറിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും ഇവർ പിടിച്ചീടാക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ ഡ്രൈവർമാരും ഈ കടകളിലെ എല്ലാവരും എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒന്നടങ്കം പ്രവർത്തിക്കും. നാടിനെ വികസിപ്പിച്ചതിൻ്റെ ഓട്ടക്കണക്ക് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർക്കും നാടിനെ വികസിപ്പിക്കാൻ ഊഴം കാത്തു നിൽക്കുന്നവർക്കും മുൻപിൽ ഒരുപോലെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും സെൻറ് മേരീസ് പാലവും ചീഞ്ഞു നാറുന്ന പുത്തൻതോടും ഇരുമ്പുപാലവുമെല്ലാം. ചേലത്ത ചേർത്തല എന്ന പുറംപൂച്ചുകൾക്കപ്പുറം ചോദിക്കാനും പറയാനും ആളില്ലാത്ത ചേർത്തല എന്ന യാഥാർത്ഥ്യം നമ്മെ ഓരോരുത്തരെയും നോക്കി പല്ലിളിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണു തുറക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ചേർത്തല ന്യൂസ്.